കൊടുങ്ങല്ലൂർ അമ്പലത്തിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ കൊങ്ങണീസിൻ്റെ ഹോട്ടലിൽ നിന്ന് മസാല ദോശയും വടയും ഒരു അടിപൊളി കോഫിയും ഞങ്ങൾക്ക് നിർബന്ധമാണ് കേട്ടോ. എപ്പോഴും ഞങ്ങളുടെ ഒരു റൊട്ടീനാണത്. കൊടുങ്ങല്ലൂർ അമ്പലത്തിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ കയറി ഒരു മസാല ദോശ കഴിക്കുക എന്നുള്ളത് കേട്ടോ. ആദ്യകൂട്ടന് ഭയങ്കര ഇഷ്ടമാണ് അവിടുത്തെ മസാല ദോശ. അവിടുത്തെ സാമ്പാറും ചമ്മന്തിയും ഒക്കെ ഭയങ്കര ടേസ്റ്റാണ്. എനിക്ക് അറിഞ്ഞൂടാ, ഈ അമ്പലത്തിൻ്റെ അടുത്തുള്ള കടകളിൽ നിന്ന് വാങ്ങിക്കുന്ന മസാല ദോശയ്ക്കും ചമ്മന്തിക്കും സാമ്പാറിനൊക്കെ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. അതുപോലെ തന്നെയാണ് ഗുരുവായൂർ ഉള്ള റെസ്റ്റോറൻറ്റിൽ, മിക്ക റെസ്റ്റോറൻറ്റിലുള്ള സാമ്പാറിനൊക്കെ ഒരേ ടേസ്റ്റ് ആയിരിക്കും. എനിക്കറിയില്ല, നമ്മൾ വീട്ടിൽ എത്ര റീക്രിയേറ്റ് ചെയ്യാൻ നോക്കിയാലും ആ ഒരു ടേസ്റ്റ് വരില്ല. കൂടുതലും ബ്രാഹ്മൺസ് കൊങ്ങണീസിൻ്റെ ഒക്കെ സാമ്പാറും ചമ്മന്തിയൊക്കെ ഭയങ്കര ടേസ്റ്റാണ്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ആസ്വദിച്ച് സാമ്പാറും ചമ്മന്തിയും വടയൊക്കെ കഴിച്ച് അച്ഛനമ്മയ്ക്കുള്ളത് പാർസലും വാങ്ങിച്ച് കൊടുങ്ങല്ലൂർ കൂടെ പതുക്കെ ഞങ്ങൾ മസാല ദോശ കഴിക്കാൻ കയറുമ്പോഴേക്കൊക്കെ മഴ നന്നായി തോർന്നു കേട്ടോ. കൊടുങ്ങല്ലൂരിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് പോവാണ് കേട്ടോ. ഈ ആസ്വാദനമൊക്കെ എനിക്കും അച്ഛനും മാത്രമേ ഉള്ളൂ, ആദ്യകൂട്ടനില്ല. ആദ്യകൂട്ടൻ പറയുന്നുണ്ട് അച്ഛൻ്റെ അടുത്ത് പറപ്പിച്ച് വിടാച്ചാന്ന്. ഈ തിരക്കി കൂടെ എങ്ങനെ പറപ്പിച്ച് വിടാനാ?